എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം സമയം അറിയിക്കുന്നു. എന്റെ പേര് അലക്സ് പി ജോൺ. കർത്തൃവേലയോടുള്ള ബന്ധത്തിൽ ഞാൻ ബാംഗ്ലൂർ പട്ടണത്തിലായിരിക്കുന്നു. ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവവചനത്തിന്റെ രൂപാന്തര ശക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. നമുക്കൊരുമിച്ച് ചില ചിന്തകൾ ദൈവസന്നിധിയിൽ ചിന്തിക്കാം. ഈ വിഷയം ഞാൻ തിരഞ്ഞെടുക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു നിലയിലേക്ക് ഇന്ന് എന്നെ എത്തിച്ചത് ദൈവവചനത്തിന്റെ രൂപാന്തര ശക്തിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്ന പത്രോസിന്റെ 1-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പത്രോസ് 1-ന്റെ 23-ാം വാക്യത്തിൽ കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നതുമായി. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രഥമവും പ്രാഥമികവുമായ അനുഭവം എന്ന് പറയുന്നത് വീണ്ടും ജനന അനുഭവമാണ്. ഒരുവനിൽ വീണ്ടും ജനന അനുഭവം സംഭവിക്കുമ്പോഴാണ് അവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനും ദൈവത്തിന് കൊള്ളാകുന്നവനായി വളരുവാനും തുടങ്ങുന്നത്. വീണ്ടും ജനനം എന്ന് പറയുന്ന വിഷയം ഏറെ പ്രസക്തമായ കാര്യമാണ്. വന്യവയോധികനായ നിക്കോദിമോസിനോടും കർത്താവിന് ഇതേ കാര്യമായിരുന്നു പറയുവാനുണ്ടായിരുന്നത്. ഞാൻ ആ ഭാഗത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത് തിരുവചനത്തിന്റെ ശക്തിയാണ്, മാറ്റമില്ലാത്ത രൂപാന്തര ശക്തിയാണ്. അതിന്റെ ക്രിയാത്മകമായ ശക്തിയുടെ രൂപാന്തരത്തിലൂടെയാണ് ഇന്നത്തെ ഒരു ഭാവമാറ്റം അല്ലെങ്കിൽ വ്യത്യാസം എന്നിൽ സംഭവിക്കാനായിട്ട് ഇടയായിത്തീർന്നത്. അതിന് കാരണമായത് ആ അനുഭവത്തിലേക്ക്, ആ ഒരു പാകപ്പെടുത്തലിന്റെ അനുഭവത്തിലേക്ക് ദൈവം എന്നെ നയിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ക്രൈസ്തവ കുടുംബത്തിലായിരുന്നു ജനനം, വളർച്ചയെങ്കിലും വ്യക്തിപരമായ ക്രിസ്തുവുമായിട്ടൊരു ബന്ധമില്ലാത്തവനായിട്ട് ഞാൻ ജീവിച്ചിരുന്നു. എന്നാൽ ക്രിസ്തുവുമായുള്ള ബന്ധം ആരംഭിക്കുന്നത് വീണ്ടും ജനന അനുഭവത്തിലൂടെയാണ്. അതുവരെ പള്ളിയിൽ പോകുമായിരുന്നു. അങ്ങനെയുള്ളതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായി പങ്കെടുക്കുവാനും ഒക്കെ ഇടയായെങ്കിലും ദൈവിക ബന്ധത്തിൽ വളർച്ച എന്നിൽ നടന്നിരുന്നില്ല എന്നതായിരുന്നു എന്റെ യാഥാർത്ഥ്യം. ഇതിന് ആ ഒരു നിലയിലേക്ക് ഒരുക്കത്തിന്റെ സമയത്തിലേക്ക് ഞാൻ കടന്നു. എനിക്ക് 18 വയസ്സ് പ്രായമായ ആ സന്ദർഭങ്ങളിൽ എന്റെ ഇഷ്ടത്തിനും എന്റെ ആഗ്രഹങ്ങൾക്കും ഒത്തവണ്ണമായി ലോകത്തിന്റെ വഴികളിൽ, ലോകത്തിന്റെ ഇമ്പങ്ങളിൽ ജീവിച്ചു വരവേ ദൈവം എന്റെ ഹൃദയത്തെ ഒന്ന് ഉടയ്ക്കുവാൻ ഒരവസരത്തിലേക്ക് എന്നെ നയിച്ചു. അത് എന്റെ സൗഹൃദ ബന്ധങ്ങളായിരുന്നു, എന്റെ കൂട്ടുകെട്ടായിരുന്നു. പ്രത്യയശാസ്ത്രങ്ങളിലേക്കും രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്കും ഒക്കെ വഴുതി പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് എന്റെ ഒരു സ്നേഹിതന്റെ മരണം സംഭവിക്കാനിടയായി. ആ മരണത്തിലൂടെയാണ് ഒരു പുനർവിചിന്തനത്തിലേക്ക് ഞാൻ കടന്നു വരുവാനിടയായി. ആ ചെറിയ പ്രായത്തിൽ സ്നേഹിതന്റെ മരണം കൂടെ ആയപ്പോഴേക്കും ഞാൻ ചിന്തിച്ചു, എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല, എന്റെ ജീവിതം അവസാനിച്ചു എന്ന ഒരു നിലയിലേക്ക് ഞാൻ എത്തി. 2 ചിന്തകൾ പിശാചിന്റെ ഹൃദയത്തിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒന്നുകിൽ നീയും പോയി ജീവിതം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഭവനം വിട്ട് ഇറങ്ങിപ്പോകുക. ഈ 2 ചിന്തകൾ എന്റെ ഹൃദയത്തിൽ അലതല്ലിക്കൊണ്ടേയിരുന്നു. ആകെ അസ്വസ്ഥനായി, സമാധാനം പാടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. ആകുല ചിന്തയിൽ വളരെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത്, എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഒന്നിനോടും താല്പര്യം തോന്നുന്നില്ല, ആകെ ഒരു വിരക്തി തോന്നുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പുസ്തകം വായിക്കുന്ന ശീലമുള്ളത് കൊണ്ട് ഞാൻ 1-2 പ്രാവശ്യം ട്രൈ ചെയ്തു. പല പുസ്തകങ്ങൾ വായിച്ച് അതിലൂടെ അല്പ സമാധാനം കണ്ടെത്താമെന്ന് ശ്രമിച്ചിട്ടും എനിക്കത് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ ഹൈസ്കൂളിൽ പഠിച്ചപ്പോൾ എനിക്ക് ലഭിച്ചിരുന്ന ഒരു പുതിയ നിയമത്തിന്റെ പ്രതി, ഗിദെയൻസിന്റെ ചുമന്ന ബൈൻഡിട്ടൊരു പുതിയ നിയമ പ്രതി ഷെൽഫിൽ നിന്ന് താഴെ വീണ് കിടന്ന് ഞാൻ കരങ്ങളിൽ എടുത്ത് മറിച്ചു നോക്കി. എന്തോ ഒരു താല്പര്യം, ഞാനത് മറിച്ചു നോക്കിയപ്പോൾ ആദ്യം കണ്ട വാക്ക് എന്നെ സ്പർശിക്കുവാനിടയായി. അതിന്റെ ആദ്യത്തെ പേജിന്റെ അകപ്പുറത്ത് ഇങ്ങനെ എഴുതിയിരുന്നു, ആകുല ചിന്തയിൽ സമാധാനം. എന്റെ കണ്ണുകൾ ആ വരിയിൽ ഉടക്കി. ഞാൻ ആ ശ്രദ്ധയോടെ വായിച്ചു. ഇപ്പൊ ഞാൻ അടുത്തത് ഇങ്ങനെയാ കണ്ടത്. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഞാൻ അതിൽ കണ്ടു. ഞാൻ ആ പുസ്തകം, പുതിയ നിയമത്തിന്റെ ആ പ്രതി ഞാൻ തിരിച്ചു നോക്കി. എവിടെയാ ഫിലിപ്പ് ലേഖനം തപ്പി ഞാനത് കണ്ടുപിടിച്ചു.
ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ജീവിതത്തിൽ മനസ്സിരുത്തി വായിച്ച, അല്ലെങ്കിൽ ഹൃദയപൂർവ്വം വായിച്ച, ആവശ്യബോധത്തിൽ വായിച്ച ഒരു തിരുവചന ഭാഗം അതായിരുന്നു. ഇതെങ്ങനെയാണ്? ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവെങ്കിൽ കാക്കുമെന്ന്. ആദ്യ വായനയിൽ എനിക്ക് കാര്യമായിട്ടൊന്നും പിടികിട്ടിയില്ലെങ്കിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ വിചാരപ്പെട്ടിരിക്കുകയാണ്. എന്റെ വിചാരം അറിഞ്ഞ്, എന്റെ അസ്വസ്ഥത അറിഞ്ഞ് ആരോ എന്നോട് ഇടപെടുന്നതായിട്ട് എനിക്ക് ആ വചനത്തിലൂടെ തോന്നി. ഞാൻ വിചാരപ്പെട്ടിരിക്കുന്ന എന്റെ പേരൻസിന് അറിയത്തില്ല, സഹോദരങ്ങൾക്ക് അറിയത്തില്ല, എന്റെ മറ്റാർക്കും അറിയത്തില്ല. പക്ഷെ ഈ സാഹചര്യത്തിൽ തിരിച്ചറിഞ്ഞൊരു ദൈവമുണ്ടെന്ന് എനിക്കത് മനസ്സിലായി. കുഞ്ഞിനെ കുറിച്ച് വിചാരപ്പെട്ട് നിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്ര വേണ്ടതെന്ന് പറയുന്ന ഒരു ആഹ്വാനം, ഞാൻ ആഹ്വാനം ഏറ്റെടുത്തു. 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കുമെന്നുള്ള അതോടൊപ്പം എനിക്ക് ഉറപ്പായി. എനിക്കിപ്പോൾ ഇല്ലാതിരുന്നത് അറിഞ്ഞ് ഒരാൾ എന്നോട് ഇടപെടുകയാണ്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം എനിക്ക് വേണ്ടതാണ്. സമാധാനം നഷ്ടപ്പെട്ട ആകുലചിത്തനായി ജീവിക്കണോ മരിക്കണോ എന്ന് ചിന്തിച്ച് തളർന്നിരിക്കുന്ന എനിക്ക് വചനത്തിലൂടെ ഇടപെട്ട ആദ്യത്തെ തിരുവചനമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 1990 ജൂൺ മാസം 28-ാം തീയതി 3:20 അടുത്ത് ഉച്ച കഴിഞ്ഞ സമയത്താണ് ഈ വചനം മനസ്സിരുത്തി ഞാൻ വായിക്കുന്നത്. ആ വചനത്തിന്റെ ശക്തി എന്നിൽ അലതല്ലുവാനായിട്ട്, ഞാൻ കരയുവാനായിട്ട് ആരംഭിച്ചു. ഇതിൽ പറഞ്ഞതുപോലെ ആവശ്യങ്ങളെ സ്തോത്രത്തോട് അറിയിക്കുക എത്ര വേണ്ടെന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. പ്രാർത്ഥിച്ചു, കരഞ്ഞു. പെട്ടെന്ന് 7-ാം വാക്യത്തിൽ പറഞ്ഞത് എന്റെ ഹൃദയത്തിലേക്ക് അന്നതയും പകരുവാനായിട്ട് ഇടയായി. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം എന്റെ ഹൃദയത്തിലേക്ക് വരികയാണ്. ഒരു മാറ്റം എന്നിൽ സംഭവിക്കുകയും രൂപാന്തരം എന്നിൽ സംഭവിക്കാനായിട്ട് ഇടയായി. അതുവരെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു സമാധാനത്തിന്റെ അനുഭവം എന്റെ ഹൃദയത്തിൽ, ഒരു ശാന്തത എന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇടയായി. ഇതായിരുന്നു ഞാൻ കർത്താവായിട്ടുള്ള എന്റെ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത്. ആ വചനം ഞാൻ സ്വീകരിച്ചു, ആ വചനം ഞാൻ ഹൃദയത്തിൽ ഏറ്റെടുത്തു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിനാൽ ഞാൻ കഴുകപ്പെടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ വായിക്കുന്നത്: കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നതുമായി. എന്റെ വീണ്ടും ജനനത്തിലേക്ക് എന്നെ ഒരുക്കിയ, അതിലേക്ക് പ്രവേശിപ്പിച്ച എന്റെ ആദ്യത്തെ അനുഭവമായിരുന്നു അത് എന്നെനിക്ക് സന്തോഷത്തോടെ പറയാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഏറെ വാർദ്ധക്യത്തിലുള്ള അധ്യാപകനായിരുന്ന യഹൂദ റബി ആയിരുന്ന ഒരു മനുഷ്യനെ പറ്റി യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മത് വായിക്കുന്നുണ്ട്. യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ എന്നാണ് ആ അധ്യായം ആരംഭിക്കുന്നത്. ഈ വ്യക്തി യേശുവിന്റെ അടുക്കൽ ഒരു രാത്രി സമയം കടന്നു വന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണത്. ഇതുകൊണ്ട് ഞാൻ എല്ലാം വിവരിക്കുന്നില്ല. യേശു അവനോട്: ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അദ്ദേഹം കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടി ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ ഇടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയ പോലെയാണ് അദ്ദേഹം ഈ യേശു കർത്താവിനോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പഠന ആ ബുദ്ധിയിൽ ചില വിലയിരുത്തലൊക്കെ നടത്തിയിട്ട് താനൊരു ഏതോ കർത്താവിൽ നിന്ന് ഒരു പ്രീതി സമ്പാദിക്കുന്ന രീതിയിൽ സംസാരിക്കുവാനായിട്ടിടയായിട്ട്, നീ ദൈവത്തിങ്കിൽ നിന്ന് വന്നവനാണ്, അല്ലെങ്കിൽ നിനക്ക് ഈ അത്ഭുത പ്രവൃത്തികൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു അപ്രീഷിയേറ്റിംഗ് വാക്ക് പറയുമ്പോൾ കർത്താവ് പറയുന്ന മറുപടിയാണ് ഏറെ പ്രസക്തമായുള്ളത്. കർത്താവ് പറയുന്നു, യേശു അവനോട്: ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദിമോസേ, നിന്റെ ആ പഴയ അനുഭവത്തിലാണ് നീ കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ അതുകൊണ്ടല്ല കാര്യമായിരിക്കുന്നത്. ഒരു ജനനം സംഭവിക്കാനായിട്ടിടയാകും. പുതുതായി ഒരു ജനനം സംഭവിക്കാത്ത വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയത്തില്ല എന്ന് പറയാം. താൻ മറുപടി ചോദിക്കുന്നു. നിക്കോദിമോസ് അവനോട്: മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമെന്ന് ചോദിച്ചതിന് യേശു കൊടുക്കുന്ന മറുപടി: ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല എന്ന് വായിക്കും. വെള്ളത്താലും ആത്മാവിനാലും
ജനിച്ചില്ല എങ്കിൽ. എന്താ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വെള്ളം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ വെള്ളത്തിന്റെ കഴുകൽ ആവശ്യമാണ്. അത് ദൈവത്തിന്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ വചനം അതോടൊപ്പം ആത്മാവും കൂടെ നിൽക്കുകയാണ്. ദൈവവചനത്താൽ ക്രിയ ചെയ്യാത്ത ഒരു വ്യക്തിക്ക് വചനം എന്ന വിത്ത് വീണ് കിളിർത്തു വരാതെ ഒരിക്കലും ഒരു ജനം സംഭവിക്കില്ല എന്ന് പറയുവാനായിട്ട് ഇടയായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല എന്ന് വായിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ദൈവവചനത്താൽ ഒരു കഴുകൽ നടത്തുവാനിടയാകും, ഒരു പശ്ചാത്താപം നടത്തുവാനിടയാകും. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം വായിച്ച ഭാഗം കേട്ടപ്പോൾ എന്റെ അയോഗ്യതയെ പറ്റിയാണ് എനിക്ക് ബോധ്യപ്പെടുവാനായിട്ടിടയായത്. ആകുലതയിൽ എന്നെ സഹായിപ്പാൻ കർത്താവ് കടന്നു വന്ന് വചനം എന്നോട് സംസാരിച്ചു. പക്ഷെ എന്റെ ഹൃദയത്തിൽ തോന്നിയ ഒരു ചിന്തയാണ്, കർത്താവേ, ഇത്രയും, ഞാൻ അന്ന് കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്രയൊക്കെ നിന്നെ വിട്ടിട്ട് ഞാൻ ദൂരെ പോയിട്ടു, എന്റെ ഇഷ്ടത്തിനും എന്റെ മനോധർമ്മത്തിനും അനുസരിച്ച് ജീവിച്ചിട്ടും നീ എന്നെ തേടി വന്നല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കരയുവാൻ തുടങ്ങി. ഞാൻ അയോഗ്യനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ കരയുവാനായിട്ട് തുടങ്ങിയത്. നാം കേൾക്കുന്ന വചനം, ദൈവത്തിന്റെ വചനം നാം കേൾക്കുമ്പോൾ നമ്മിൽ ഉണ്ടാകുന്ന അനുഭവം അതാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു തകർച്ച നമ്മിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. ഇത് പ്രവചനമാണ്. വരണ്ടിരിക്കുന്ന നിലത്ത് ജലത്തെ പകരുമെന്നുള്ള പ്രവചനം നമുക്ക് യെശയ്യാവിന്റെ പുസ്തകത്തിൽ 44 അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. യെശയ്യാ പ്രവചനത്തിന്റെ പുസ്തകം 44 അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും, നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും എന്ന് വായിക്കും. വരണ്ടിരിക്കുന്ന, ദൈവത്തിനു വേണ്ടി വാഞ്ചിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ അവിടേക്കാണ് നീരൊഴുക്കുകളെ പകരുവാനിടയാണ്. അവിടേക്കാണ് വചനത്തിന്റെ മാരി അല്ലെങ്കിൽ വചനത്തിന്റെ ആ പെയ്ത്ത് ഇറങ്ങുവാനായിട്ടിടയായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ നീരൊഴുക്കിനാൽ നീരൊഴുക്കുകളും പകരും, നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. ഈ നീരൊഴുക്ക്, ഈ വചനം ചെന്ന് ശുദ്ധി ചെയ്തിട്ട് പിന്നീട് പരിശുദ്ധാത്മാവ് എന്റെ നിവാസമായിട്ട് ആ വ്യക്തി മാറി വീണ്ടും ജനനത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇടയാവുകയാണ്. അങ്ങനെയാണ് ഒരു വ്യക്തിയിൽ വീണ്ടും ജനനത്തിന്റെ അനുഭവം ഉണ്ടാകുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വീണ്ടും എസെക്കിയേൽ പ്രവചനത്തിന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 25-ാമത്തെ ഭാഗത്തും ഇതേ കാര്യം പ്രവാചകൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യം. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. ശ്രദ്ധിക്കണേ, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെ സകല വിഗ്രഹങ്ങളെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുമെന്ന് വായിക്കും. ഈ ജലം തളിക്കപ്പെടുവാനിട, ദൈവവചനമാകുന്ന ഈ ജലം തളിക്കപ്പെടുവാനിടയാണ്. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്ന, അവൻ 5-ാം അധ്യായത്തിൽ അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിച്ചു എന്ന് വായിക്കും. ഈ വചനത്താൽ കഴുകൽ പ്രാപിച്ച് അപ്പോൾ മാത്രമേ ഒരുവന്റെ ഹൃദയത്തിലുള്ള മലിനതകൾ മാറിപ്പോകാൻ കഴിയത്തുള്ളൂ. അന്ന് വരെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജീവിതത്തിൽ ഒരുപാട് അഡിക്ഷൻസ് എനിക്കുണ്ടായിരുന്നു, ശീലങ്ങളുണ്ടായിരുന്നു. എന്നാൽ പിടിച്ചു കിട്ടിയതുപോലെ അതെല്ലാം മായ്ച്ചു കളഞ്ഞ് ദൈവത്തിന്റെ വചനമായിരുന്നു ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 6-7 വാക്യം. നിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടതപ്പോൾ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിനക്ക് എന്റെ ഹൃദയത്തിൽ നൽകാമെന്നുള്ള ആഹ്വാനം, ആ വചനം ക്രിസ്തുവിൻ്റെതാണെന്ന് മനസ്സിലാക്കി എന്റെ ഹൃദയം വചനത്തിനു മുമ്പിൽ സമർപ്പിച്ചപ്പോൾ ദൈവം എന്റെ ഹൃദയത്തിലെ മലിനതകൾ പാടെ മായ്ച്ചു കളയുവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. അതുവരെ കഴിയാതിരുന്ന പല സ്വഭാവങ്ങൾക്ക് മാറ്റം അന്ന് എന്റെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ടിടയായിട്ട്. അതാണ് ദൈവവചനത്തിന്റെ രൂപാന്തര ശക്തി എന്ന് പറഞ്ഞു. ഞാനിവിടെ ഈ ഭാഗത്തേക്ക് വരട്ടെ. നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ സകല മലിനത, ഇന്ന് വരെ ഉണ്ടായിരുന്ന അത് ഇസ്രായേൽ ജനത്തിന്റെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. അടുത്ത വാക്യം ശ്രദ്ധിക്കുക, പുതുജനനത്തിന്റെ വാക്യം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരുമെന്ന് പറയും. കല്ലായുള്ള ഹൃദയം നിങ്ങളിൽ നിന്ന് നീക്കി മാംസമായുള്ള ഒരു ഹൃദയത്തെ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
ഇറ്റ്സ് എ പ്രിവിലേജ്. ഈ പദവിയാണ് നമുക്ക് ലഭിക്കുന്നത്. നിക്കോദോമസിനോട് പറയുന്നത് ഇതാണ്. വേദശാസ്ത്രിയാണ്, നന്നായി വിശകലനം ചെയ്യുന്ന ന്യായപ്രമാണത്തെ നന്നായി പഠിച്ച വ്യക്തിയാണ്. പക്ഷേ നിനക്ക് എന്നെ പ്രശംസിച്ച് പറയുന്ന വ്യക്തിയുമാണ്. എങ്കിൽ തന്നെയും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു കഴുകൽ സംഭവിച്ചേ മതിയാകും. നിന്റെ ഹൃദയത്തിൽ ഒരു കഴുകൽ സംഭവിച്ചെങ്കിലേ പ്രൈസ് ദി ലോർഡ് ആ ഒരു അടുത്ത തലത്തിലേക്ക്, ആ ഒരു രാജ്യത്തിലേക്കുള്ള പ്രവേശനം നിനക്ക് കഴിയൂ എന്ന് അവിടെ കർത്താവ് ഓർപ്പിക്കുവാനായിട്ടിടയായത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, ഇതാണ് വീണ്ടും ജനനത്തിന്റെ യഥാർത്ഥ അനുഭവം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ ഒരു കഥാപാത്രത്തെ കൂടെ നമുക്കൊന്ന് വേഗത്തിൽ ഒന്ന് ചിന്തിക്കാം. കർത്താവ് ഇടപെട്ട പത്രോസിന്റെ ജീവിതത്തോട് ഇടപെടുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് നാം ആ സംഭവം വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി തന്റെ പടകിനെ വിട്ടുകൊടുത്ത പത്രോസിന്റെ ഒരു അനുഭവം കൂടെ നമുക്കൊന്ന് വായിക്കാം. ഇവിടെ ഗന്നസരത്ത് തടാകത്തിന്റെ കരയാണ് പശ്ചാത്തലം. കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം വചനം കേൾക്കേണ്ടതിന് അവനെ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നാം കാണുന്നത് ഈ ഒരു അസൗകര്യ നിമിത്തം കർത്താവ് പറയുന്നു 2-ാം വാക്യത്തിൽ, 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നവർ കണ്ടിട്ട് അവയിൽ മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകിയായിരുന്ന പടകളിൽ ശീമോൻ ഉള്ളതായി ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ നിന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. പത്രോസ് തന്റെ മുൻപത്തെ പേരാണ് ശീമോൻ എന്നുള്ളത്. ആ വാക്കിന്റെ അർത്ഥം ഞാങ്ങണ, കാറ്റിനാൽ ആടുന്ന ഉലയുന്ന ഞാങ്ങണ എന്നാണ് അവർക്ക്. അത് ആ ഒരു പ്രകൃതക്കാരനായിരുന്നു ശീമോൻ എന്ന് നമുക്കറിയാം. എന്നാൽ ഈ ശീമോന്റെ പടകിന് കർത്താവ് ആവശ്യപ്പെടുകയാണ്. അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്നു, പടകിൽ കയറി. അതിനുശേഷം പുരുഷാരത്തെ ഉപദേശിച്ച് 4-ാം വാക്യത്തിലേക്ക് പുരുഷാരത്തെ ഉപദേശിച്ച് സംസാരിച്ചു തന്നു. തന്റെ പടക് കർത്താവ് വചനം അറിയിപ്പാനായിട്ട് വിട്ടുകൊടുത്തു. ആ പടകിലിരുന്ന് വചനം അറിയിച്ച് വിട്ട് അതിനുശേഷമായിട്ട് പത്രോസിലേക്ക് തിരിയുന്ന കർത്താവിനെയാണ്, ഈ ശീമോനിലേക്ക് തിരിയുന്ന കർത്താവിനെ നമ്മൾ കാണുകയാണ്. ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവേൻ എന്ന് പറഞ്ഞു. അപ്പോ പ്രൈസ് ദി ലോർഡ്, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, സർവശക്തനായ യേശു കർത്താവ്, പ്രൈസ് ദി ലോർഡ്, പിതാവായ ദൈവം പുത്രനായി ഭൂമിയിൽ വന്ന് മനുഷ്യാവതാരം, മനുഷ്യന്റെ വേഷം ധരിച്ച് കടന്നു വന്ന കർത്താവ്. അവൻ മനുഷ്യനായിട്ടാണ് ഭൂമിയിലായിരിക്കുന്നത്. പക്ഷെ അവന്റെ ദിവ്യജ്ഞാനത്തിൽ അവൻ കാര്യങ്ങൾ അറിയാം. പത്രോസിനോട് പറയുന്നു, നീ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിനെന്ന് പത്രോസിനോട് പറയുവാനായിട്ടിടയായി. അവന്റെ ശൂന്യത മനസ്സിലാക്കി പത്രോസ്. അവന് കഴിഞ്ഞ രാത്രിയിൽ ഒക്കെ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് അവനോട് പറയുന്ന കർത്താവിനാണ് കാണുന്നത്. ഇപ്പൊ പത്രോസ് കൊടുക്കുന്ന മറുപടി, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞെങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ പത്രോസിന് വന്ന മാറ്റം, തന്റെ പടകിലിരുന്ന് സംസാരിച്ച യേശു കർത്താവിന്റെ വാക്ക് കേട്ട് തന്റെ ജീവിതത്തിലുണ്ടായ രൂപാന്തരത്തിന്റെ ഒരു പ്രകടമായ തെളിവാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവിന്റെ വാക്കനുസരിച്ച് പടകിറക്കി, ഞാൻ ആ ഭാഗം ഒന്നും വിവരിക്കുന്നില്ല. അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികളും വന്ന് സഹായിപ്പാൻ. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടി, വല കീറാറായി. മറ്റേ പടകിലുള്ള കൂട്ടാളികൾ സഹായിപ്പാൻ വന്നു. അങ്ങനെ ശീമോൻ പത്രോസ് മുങ്ങുമാറാകുവോളം നിറച്ച് ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. താൻ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. എന്താ ഇങ്ങനെ പറഞ്ഞത്? ഇതാണ് യഥാർത്ഥമായ എൻകൗണ്ടർ എന്ന് പറയുന്നത്. ഇതാണ് വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ വചനത്തെ അനുസരിച്ച് അത് ആ പ്രവൃത്തി ചെയ്തെങ്കിൽ, ക്രിസ്തുവിന്റെ വചനത്തിന് തന്നെ ഹൃദയത്തിന് ഇടം കൊടുത്തെങ്കിൽ, അവന്റെ വാക്കിന് വേണ്ടി ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ, അതിന്റെ ഹൃദയത്തെ മാറ്റുന്ന ഒരു ദൈവമാണ്. പത്രോസ് മനസ്സിലായി, തന്റെ മലിനതകൾ കാണുകയാണ്, തന്റെ പാപത്തെ കാണുകയാണ്. അതുകൊണ്ടാണ് താൻ പറയുന്നത്, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. ആ ദൈവസ്ഥാനത്തിൽ അവന് നിൽപ്പാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത് വായിക്കുന്നത്, അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനോട് കൂടിയുള്ളവർക്കും എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു എന്നോട് വായിക്കും. ഇങ്ങനെ ഒരു സംഭവത്തിന്റെ നടുവിൽ പത്രോസിനെ വേർതിരിക്കുവാനായിട്ടിടയായി. പത്രോസിന് പാപബോധം ഉണ്ടാകും, തന്റെ തെറ്റുകളെ പറ്റിയുള്ള കുറ്റബോധം ഉണ്ടായിട്ട് ദൈവത്തിലേക്ക് തിരിയുന്നതായിട്ട് വായിക്കുന്നു. ഉടനെ തന്നെ കമ്മീഷൻ ചെയ്യുകയാണ്, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പിന്നീട് അവന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, അവന്റെ മനോഭാവത്തിൽ വന്ന മാറ്റങ്ങളാണ് നാം അത് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. നിയോഗം കൊടുത്തു,
പടക് വിട്ടുകൊടുത്തു. പടകിലിരുന്ന് കർത്താവ് സംസാരിച്ചു. ആ വചനങ്ങൾ താൻ സ്വീകരിച്ചു. തന്നോട് പറഞ്ഞ ഉപദേശം ഏറ്റെടുത്തു, അനുസരിച്ചു, ദൈവപ്രവൃത്തി കണ്ടപ്പോൾ സംഭവിക്കുന്നത് താൻ പാപിയാണെന്നുള്ള തിരിച്ചറിവ് തനിക്കുണ്ടാവും. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. പാപിയാണെന്ന് തിരിച്ചറിയാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും യേശു കർത്താവിനെ ആവശ്യമില്ല. എന്റെ പാപം നീക്കാനാണ് വന്നവൻ, പാപിയായിരുന്ന എന്നെ തേടി വന്നവനാണ് എന്റെ കർത്താവെന്ന് സ്വീകരിക്കുവാനായിട്ടാണ് ഒന്നാമതിന്റെ ആകേണ്ടത്. ഈ ബന്ധത്തിലേക്കാണ് നമ്മെ പ്രവേശിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിട്ടുപോകണമെന്ന് പറയുന്ന മനുഷ്യനോട് കർത്താവ് പറയുന്നത്, ഇല്ല, നീ ഇന്നു മുതൽ എന്നോടൊപ്പം മനുഷ്യനെ പിടിക്കുന്നവനാകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 11ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ഇതുവരെ തന്റെ ആറ്റിറ്റ്യൂഡിലുണ്ടായ മാറ്റം. പിന്നെ അവർ പടകുകളെ അടുപ്പിച്ചിട്ട് സകലം വിട്ട് അവനെ അനുഗമിച്ചതായിട്ട് വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പത്രോസേ, നിനക്ക് ബിസിനസ് ചെയ്യേണ്ടേ, നിനക്കതുകൊണ്ട് ലാഭം ഉണ്ടാക്കണ്ടേ, നിന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പത്രോസിന് അതൊന്നും വിഷയമല്ല. ദൈവത്തിന് പുറകെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു പത്രോസിനെ നാം കാണുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവശബ്ദത്തിന് ചെവി കൊടുത്ത് ഇറങ്ങിത്തിരിക്കുന്ന പത്രോസ് സകലം വിട്ട് പത്രോസ് കർത്താവിനെ അനുഗമിച്ചതായിട്ട് നാം പിന്നീട് വായിക്കുന്നു. ഇതാണ് ശീമോനിലുണ്ടായ മാറ്റം. ഇതാണ് വീണ്ടും ജനനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം എന്ന് പറയും. സക്കായിയുടെ അനുഭവം നമുക്കറിയാം. ലൂക്കോസിന് ശേഷം 19ാമത്തെ നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവായിട്ടുള്ള ഇടപെടലിൽ ഒന്നാമത് സംഭവിക്കുന്നത് താൻ പാപിയാണെന്നുള്ളൊരു ബോധ്യം ഒരുവനെ ഭരിക്കുവാനായിട്ടിടയായിത്തീരും. അങ്ങനെയാണ് ദൈവവചനം ഹൃദയത്തിൽ ക്രിയ ചെയ്യുന്നത്. ഒരു കഴുകൽ നടക്കുവാനിടയാണ്, പുതിയൊരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടിടയാണ്. ഇതാണ് വീണ്ടും ജനനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം. നിക്കോദെമോസിനെ കർത്താവ് ഓർപ്പിക്കുന്നത്, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. ആമേൻ, ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് വായിക്കുന്നു. ബ്രാൻഡ് മാറുകയാണ്. 6ാം വാക്യത്തിൽ അതാ പറയുന്നത്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ജഡത്തിന്റെ ചിന്തകൾ മാറുകയാണ്, ജഡത്തിന്റെ താല്പര്യങ്ങൾ മാറുകയാണ്, അവന്റെ മനോവികാരങ്ങൾ മാറുകയാണ്, വിചാരങ്ങൾ മാറുകയാണ്. ഒരു ബ്രാൻഡ് ന്യൂ മനുഷ്യനായിട്ട് അവൻ മാറുവാനായിട്ടിടയാണ്. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാരംഭ പടി എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെയാണ് നാം ദൈവരാജ്യ പ്രവേശനത്തിലേക്ക് മുന്നേറുവാനായിട്ടിടയായിത്തീരും. ലോകത്തിന്റെ മായക്കാഴ്ചകളിൽ മയങ്ങി നിൽക്കുവാൻ ഈ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തിക്ക് പിന്നെ കഴിയത്തില്ല. അതിൽ സന്തോഷിപ്പാൻ കഴിയത്തില്ല, അതിൽ നിലനിൽക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ മാറ്റത്തിലേക്കാണ് ഒരു വ്യക്തി പ്രവേശിക്കുവാനായിട്ടിടയാണ്. അതിന് സംഭവ്യമാകുന്നത് ദൈവത്തിന്റെ വചനം. ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്തിൽ നിന്നും വരും. സന്ദേശം ഏറ്റെടുക്കാൻ നമുക്ക് കഴിയുമോ? വചനം ശ്രവിക്കുമ്പോഴാണ് ഒരുവനിൽ രൂപാന്തരം സംഭവിക്കാനായിട്ടിടയാണ്. പാണ്ഡിത്യമല്ല അവിടെ ആവശ്യമായിരിക്കുന്നത്, പഠനമല്ല ആവശ്യമായിരിക്കുന്നത്, അംഗീകരിപ്പാനുള്ള മനസ്സ്. പ്രൈസ് ദി ലോർഡ്. എന്നോട് ആദ്യം ഇടപെട്ട വചനം, മകനെ, നീ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, നിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്, അപ്പോൾ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിന്റെ ഹൃദയത്തിൽ തരാമെന്ന് പറഞ്ഞ ആ സന്ദേശത്തെ ഞാൻ ഏറ്റെടുത്തപ്പോൾ ദൈവം എന്നെ ഏറ്റെടുക്കുകയാണ്. എന്റെ ഹൃദയത്തിലേക്ക് സമാധാനത്തെ അവൻ പകരുവാനായിട്ടാണ് ഇടയായിത്തീർന്നത്. പ്രൈസ് ദി ലോർഡ്. 30 വർഷം പിന്നിടുമ്പോഴും സന്തോഷത്തോടും അഭിമാനത്തോടും എനിക്ക് പറയാനും സാക്ഷിപ്പാനും കഴിയുന്നത്, ഈ വചനം എന്നെ വീണ്ടും ജനനാനുഭവത്തിലേക്ക് നടത്തിയെങ്കിൽ ഇന്നും ഈ വചനം എന്നെ നിലനിർത്തുന്നു. ഇന്നും ഇതെന്നെ സന്തോഷിപ്പിക്കുന്നു. ഏറ്റക്കുറച്ചുകൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്, കഷ്ടങ്ങൾ, ശോധനകൾ, രോഗങ്ങൾ, വേദനകളൊക്കെ ജീവിത പടകിന് നേരെ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ കൈവിടാത്ത കർത്താവ് ഇന്നയോളം നടത്തുവാനായിട്ടിടയായി തീർന്നു. അതെ, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനത്താൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കുവാൻ ഇടയായി തീർന്നു. ഇതാണ് ദൈവവചനത്തിന്റെ രൂപാന്തര ശക്തി. ദൈവരാജ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന രൂപാന്തര ശക്തിയാണ് ഈ വചനം എന്നുള്ളത് എന്ന് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കുവാൻ ലഭിച്ച ഈ വിലപ്പെട്ട സമയത്തിനായി, സാവകാശത്തിനായി സ്തോത്രം. ഇതിന് പിൻപിൽ ആയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം കരേറ്റുന്നു. എന്നെ ശ്രമിക്കുന്ന ഏവർക്കും ഈ സന്ദേശം അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതെ, നമ്മെ വീണ്ടും ജനന അനുഭവത്തിലൂടെയാണ് നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അത് കാരണമാകുന്നത് വചനത്തിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആത്മാവിനാലും
സ്വത്രം വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിലേക്ക് കടപ്പാൻ കഴിയത്തില്ല. അത് ഇതിന് രൂപാന്തര ശക്തിയുണ്ട്. ആ ശക്തി നമ്മൾ മുന്നോട്ട് നയിക്കട്ടെ. ഇന്ന് കേൾക്കുന്ന ഏവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധ പിതാവേ, ഞങ്ങളെ കേട്ട എല്ലാവർക്കായി സ്തോത്രം. നിന്റെ ആത്മ ഇടപെട്ടുകൊണ്ടിരിക്കണം, സഹായിക്കണം, അനുഗ്രഹിക്കണം, കൃപകളാൽ നിറയ്ക്കണമേ. കർത്താവ് അവസരത്തിനായി നന്ദി. അനുഗ്രഹിച്ചട്ടെ യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.